ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് വീഡിയോയ്ക്ക് ഇന്ന് വോയിസ് ഓവറൊക്കെ ഒന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചൊരു വീഡിയോ എടുത്തിട്ട്. സാധാരണ ഷോർട്സൊക്കെ അല്ലേ എപ്പോഴും ഇടുന്നത്. ഇത് നമ്മുടെ വീട്ടിലെ കുഞ്ഞാളുടെ പ്രധാന ഹോബികളിലൊന്നാണ് ഇത്. നമ്മുടെ വീട്ടിൽ ആകപ്പാടെ 2 കോഴിയുണ്ട്. അതിൽ ഒരാളെ ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ പിടിച്ച് കൂട്ടിലുള്ള കോഴീനെ വലിച്ച് താഴെ ഇടുക, വീണ്ടും അതിനെ തിരിച്ച് കയറ്റുക. ഇതൊക്കെയാണ് പരിപാടികൾ. അതുകൊണ്ട് ഇപ്പം അതിന് ഉമ്മ കൊടുക്കുക. ഇതൊന്നും ഇങ്ങനെ ചെയ്യാൻ കോഴികളൊന്നും ഇങ്ങനെ പിടിക്കരുന്നൊരു 100 വട്ടം പറഞ്ഞാലും നമ്മളെ കണ്ണ് തെറ്റി കഴിയുമ്പോൾ വീണ്ടും ആൾ കോഴിക്കൂട്ടിൽ തന്നെയാണ്. ഓടുന്ന കോഴീനെ ഓടിച്ചിട്ട് പിടിച്ചിട്ട് കൂട്ടിൽ കൊണ്ടൊക്കെ കയറ്റുക. അത് കഴിഞ്ഞിട്ട് ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും വലിച്ചിറക്കുക. ഇതന്നെ ദാണ്ട ഇനിയിപ്പോൾ കോഴിക്കൂട്ടിൽ കൊണ്ടുപോയി ഇടാനുള്ള പോക്കിലാണ് കക്ഷി. ഇതിനൊന്നും പേടിയില്ല. മൂത്തയാൾക്ക് പക്ഷെ കുറച്ചൊരു പേടിയൊക്കെയാണ്. കോഴീനെ പിടിക്കാനൊക്കെ, അത് മാന്തുമോ കൊത്തുമോ എന്നൊക്കെ ഇതിന് പേടിയുണ്ട്. ഇതിന് ഒരു പേടിയില്ല. ഈ കോഴികളാണെങ്കിൽ കോഴിക്കൊരു പ്രത്യേകതയുണ്ട്. നമ്മളൊക്കെ ഓടിക്കുമ്പോഴത്തേക്ക് ഈ കോഴികൾ ജീവനും കൊണ്ട് ഓടുവേ. പക്ഷേ ഈ കുഞ്ഞൻ ചെല്ലി പിടിക്കുമ്പോഴത്തേക്ക് അത് അവിടെ പമ്മിയിരിക്കും നിലത്ത് ഇങ്ങനെ. അതുകൊണ്ട് തന്നെ ഇവനെ പിടിക്കാനും എളുപ്പം. അതുകൊണ്ട് ഒരാളെ അടച്ചിട്ട് വരുന്നുണ്ട്. ഇനി അടുത്തയാളെ പിടിക്കാനുള്ള പരിപാടിയിലാണ്. ഇത് നമ്മുടെ വീടാണ്. അതിങ്ങനെ ഓരോരുത്തരൊക്കെ ഇങ്ങനെ മതിലിലൊക്കെ ദാണ്ട വന്നിരിക്കുന്നു. നേരം പരപര വെളുത്ത് വരുന്നതേ ഉള്ളൂ. ഇതുണ്ട അങ്ങനെ ഇത് കണ്ടോ. ഇത് നിങ്ങൾക്ക് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലെന്ന് വിചാരിക്കുന്നു. ഇത് നമ്മുടെ ബയോഗ്യാസാണ്. ഇത് നമ്മൾ പണ്ട് ഇവിടെ താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇവിടെ ആയിരുന്നു ഇപ്പോൾ തൊഴുത്തും പശുത്തൊഴുത്തും നമ്മുടെ വീടെല്ലാം. അപ്പോൾ ആ സമയത്ത് ഇതിവിടെ നിന്ന്, പിന്നെ നമ്മൾ പുതിയ വീട് വെച്ചപ്പോൾ ഇതൊന്നും പൊളിച്ചൊന്നുമില്ല. അതിവിടെ തന്നെ. അപ്പോൾ നമ്മൾ ഇവിടെ വന്ന് രാവിലെ അവിടുന്ന് പുതിയ വീട്ടിൽ നിന്ന് ചാണകം എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മളിവിടെ കൊണ്ട് ഇടുകയാണ് ചെയ്യുന്നത്. ഏതാണ്ട് ഈ പൈപ്പ് വഴിയാണ് നമ്മൾ ആ ഗ്യാസ് നമുക്ക് ആ വീട്ടിലേക്ക് നമ്മൾ എടുക്കുന്നത്. ആ കാണുന്നതാണ് നമ്മുടെ വീട് അടുത്ത് തന്നെയാണ്. പിന്നെ എന്താ, വേറെ ഒരാൾ ഇവിടെ ഇങ്ങനെ വന്നിരിപ്പുണ്ട്. ഇതൊന്നും നമ്മുടേതല്ല കേട്ടോ. അയൽവക്കത്തെ വീട്ടിലെയൊക്കെ വന്നിങ്ങനെ ഇരിക്കുന്നതാണ്. എനിക്കിങ്ങനെ വോയിസ് ഓവറൊന്നും കൊടുത്തൊന്നും പരിചയമില്ല. എഡിറ്റിങ്ങൊക്കെ ഞാൻ പഠിച്ച് വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഒരു 4-5 മഴ പെയ്തപ്പോഴത്തേക്കും പുല്ലുകളൊക്കെ ഇവിടെ ഇങ്ങനെ കിളുത്തിങ്ങനെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം കരിഞ്ഞിരുന്നായിരുന്നു, കരിഞ്ഞിരുന്നായിരുന്നേ. ഇപ്പോൾ അതുകൊണ്ട് 5-6 മഴ കിട്ടിയപ്പോഴത്തേക്കും എൻ്റെ കുറച്ച് ചെറിയ പുല്ലുകളൊക്കെ വരുന്നുണ്ട്. അതെല്ലാം ഇനി പറിക്കണം. അങ്ങനെ നമ്മുടെ വീട്ടിൽ ജനലയിൽ ഇങ്ങനെ വന്ന് ഒരാളിങ്ങനെ എല്ലാ ദിവസവും വന്നിങ്ങനെ ഒരു കുഞ്ഞി പക്ഷി ഇങ്ങനെ വന്ന് കൊത്തുവേ. അതിനങ്ങനെ നമ്മളെ അകത്തുനിന്നൊന്നും കാണാൻ പറ്റുന്നില്ലെന്ന് തോന്നുന്നു. പക്ഷെ നമ്മൾ കൈ ഇങ്ങനെ വെച്ചാൽ അതിന് പേടിയൊന്നുമില്ല. അതെനിക്ക് എന്നിട്ട് നമ്മൾ മാക്സിമം ജനലൊന്നും തുറക്കാറില്ല. ഇനി അതിനുള്ളിൽ വന്നിട്ടെങ്ങാനും കൂട് കൂട്ടി താമസിക്കുമോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ കൈ കൊടുത്തിട്ടൊന്നും അതിനൊരു പേടിയൊന്നുമില്ല. എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനോ ഷൂട്ട് ചെയ്യാനൊന്നും ശരിക്കും ഞാനെല്ലാം പഠിച്ചു വരുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് വീഡിയോ തിരിഞ്ഞും മറിഞ്ഞൊക്കെ ഇരിക്കുന്നത്. അതൊക്കെ ഇനി എല്ലാം പഠിച്ചു വരണം. നിങ്ങളുടെ സപ്പോർട്ട് മാക്സിമം ഉണ്ടായിരിക്കണം. ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയറൊക്കെ ചെയ്യണം.